هناك قصتين. القصة الأولى كان في مدير بنك التجاري هندي الجنسية، كان هو بالصالحية، وكان يساعد الكويتيين أثناء الغزو العراقي، كان يوفر لهم المال، يوفر لهم المعاملات، يساعدهم بحياتهم، ولكن العراقيين ضغطوا عليه لما خلوه هو ياخذ عائلته ويطلع يروح الهند. طبعا راح الهند هناك، بدا راح حق السفاره الكويتيه وقدم كل هالاوراق هذه، وطبعا السفير الكويتي في الهند سوى له كتاب شكر، عطاه كتاب شكر، وطلع في يوم تحررت الكويت طلع في مظاهرات، لانه كان هو حياته قاعد في الكويت وهو كان سعيد جدا في تحرير دولة الكويت. മറ്റൊരു കഥകളിലെ വേറൊരു ഇന്ത്യക്കാരൻ അവിടെ കുവൈത്ത് കൊമേഴ്ഷ്യൽ ബാങ്കിൽ ഉദ്യോഗസ്ഥനായിരുന്നു. എന്നിട്ട് ഈ ഇറാഖ് യുദ്ധ സമയത്ത് അവിടെയുള്ള കുവൈത്തികളെ അദ്ദേഹം വളരെയധികം സഹായങ്ങൾ നൽകുകയും അവരുടെ ഇടപാടുകൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് സഹായങ്ങൾ ചെയ്യും. അങ്ങനെ പിന്നീട് കുവൈത്തിലെ അംബാസഡർ വരെ അദ്ദേഹമായിട്ട് ഇക്കാര്യത്തിൽ ഒരുപാട് പിന്നെ എന്താണ് പറയുക സംഭാഷണങ്ങളൊക്കെ ഉണ്ടാകുകയും പിന്നീട് ഇദ്ദേഹം അതൊരു ഒരു പുസ്തകമായിട്ട് മാറ്റുക, കഥയായിട്ട് മാറ്റുക, കഥയല്ല അദ്ദേഹത്തിൻ്റെ സ്റ്റോറി എന്ന് പറയാം, അതൊക്കെ എഴുതി അങ്ങനെ 2-3 ഇന്ത്യക്കാരെ പറ്റി തന്നെ പുള്ളി എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ സമയമില്ലാത്ത സന്തോഷം. നമുക്ക് അടുത്ത പ്രകാശക്രമത്തിലേക്ക് കടക്കാം. ഇപ്പോൾ അബൂബക്കർ പറഞ്ഞ ആ കുവൈത്തി കാറിൽ ഓടിച്ച് കേരളത്തിലേക്ക് എത്തിയ ആള് എന്ന് പറയുന്നത് അവിചാരിതമായി ഷെബീദയുടെയും സാഗർ ടീച്ചറുടെയും ബന്ധുവാണ്, കാളിയത്തിൽ ഉള്ള ഒരാളാണ്. ഞങ്ങളെല്ലാവരും സുഹൃത്തിന്റെ അളിയൻ, ഹാരിസിന്റെ അളിയനാണ്. അങ്ങനെ കാർ പിടിച്ച് നാട്ടിൽ വന്ന ആള്, അത് വളരെ അവിചാരിതം. ഓക്കെ, നമുക്ക് അടുത്ത പ്രകാശനകർമ്മത്തിലേക്ക് കടക്കാം. മലയാളം ആണ് ആദ്യ പ്രകാശനം നിർവഹിക്കുന്നത്. അതിന് ഒരു പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത നമ്മുടെ ഏവരും പ്രിയങ്കരനായ ശ്രീ MCA നാസർ. ഇത് ഏറ്റുവാങ്ങുന്നത് 2 വനിതകളാണ്, സാഗർ ടീച്ചറും ബബിത ഷാജിയും. രണ്ടുപേരെയും സ്നേഹപൂർവ്വം ഷെരീഫിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. താങ്ക് യു MC, സാബിയ ടീച്ചർ ആൻഡ് ബബിത. 2 വാക്ക് MC. അപ്പോൾ നമുക്ക് അടുത്തത് ഇംഗ്ലീഷാണ്. ഈ പുസ്തകത്തിന്റെ തന്നെ ഇംഗ്ലീഷ് പരിഭാഷ. അത് പ്രകാശന കർമ്മം നിർവഹിക്കുന്നത് അബൂബക്കർ, സ്വീകരിക്കുന്നത് PC പ്രസാദ്. Thank you, Mashkoor Abu Badr. Thank you, Shiada. അടുത്തത് MCA. പ്രിയപ്പെട്ടവരെ, സബീതയുടെ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. വിപരീതങ്ങളുടെ വിസ്മയം. മുന്നൊക്കെ പറഞ്ഞു കണ്ടപ്പോൾ തന്നെ തലതിരിച്ചിട്ടാണ് നമ്മൾ പിടിച്ചത്. പുസ്തകം നേരെയാണെങ്കിൽ പോലും നമുക്ക് തോന്നുന്നു എന്നുള്ളതാണ്. ആ പുസ്തകത്തിലൂടെ നേരത്തെ ഇസ്മയിൽ വളരെ ചെറിയ വാക്കുകൾ ഉപയോഗിച്ച് പറഞ്ഞതുപോലെ അതിലൂടെയുള്ള യാത്രയാണ് നമ്മളൊക്കെ ഭയങ്കര സംഭവമാണെന്ന് നമുക്ക് തോന്നാറുണ്ട് നമ്മൾ ഓരോരുത്തർക്കും. പക്ഷെ നമ്മളൊന്നും ഒന്നുമല്ല എന്ന് തോന്നുന്നത് ചില പുസ്തകങ്ങൾ വായിക്കുമ്പോൾ. ഇത് വായിക്കുമ്പോൾ ശരിക്കും മനസ്സിലാവും. സ്ത്രീകൾ അവരുടെ സഹനം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ഒരുപാട് കഥകളിൽ
അനുഭവങ്ങളിലേക്ക് നമ്മൾ കൊണ്ടുപോയിടുക എന്നറിയും. പക്ഷെ അവിടെ 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ പിന്നെ സഹകരിച്ചിട്ട് ഇതൊക്കെ ദൈവം തന്നിരിക്കുന്നതാണ് നമ്മൾ സഹിച്ചുകൊള്ളുക എന്നുള്ള ആൾക്കല്ല, അതൊരു എളുപ്പമുള്ള മാർഗം. മറ്റേത് അതിനെ എങ്ങനെ സർഗാത്മകമാക്കി മാറ്റിയെടുക്കാം, എങ്ങനെ ശുഭാപ്തിയോടുകൂടി ആ സാഹചര്യത്തെ നേരിടാം, എങ്ങനെ പിന്നെ ഏറ്റവും ബദൽ എങ്ങനെ കണ്ടെത്താം എന്നുള്ള ചിന്തയിലേക്ക് പോകുന്നത് വളരെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ സബീദ വിജയിച്ചിരിക്കുന്നത് ആ രണ്ടാമത്തേത് തിരഞ്ഞെടുക്കാനും ജീവിതത്തെയും തൻ്റെ കാഴ്ചപ്പാടുകളെയും പിന്നെ തൻ്റെ ശ്രമങ്ങളെയും വളരെ പോസിറ്റിവിറ്റിയോടുകൂടി കാണാനും അതൊരു ബദൽ നിർമ്മിച്ചുകൊണ്ട് തന്നെ ഒരു ജനതയോട് വിളിച്ചു പറയുന്നു, നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ കൂടെയുണ്ട് എന്ന് പിന്നെ ആ സമൂഹത്തിന് വേണ്ടി ഒരുമിച്ച് തന്നെ വിളിച്ചു പറയുന്നു എന്നതാണ് ഈ വിപരീതങ്ങളുടെ വിസ്മയത്തെ ഇത്ര കണ്ട് സമ്പന്നമാക്കുന്ന ഒരു ഘടകം. എനിക്ക് തോന്നുന്നു പിന്നിട്ട ദിവസങ്ങളിലൊക്കെ ഒരുപാട് പുസ്തക പ്രകാശന ചടങ്ങൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട്. പക്ഷേ ഇത് വലിയ ഒരു സാമൂഹികത ഈ പുസ്തകത്തിന് പിന്നിലുണ്ട്. ആ പുസ്തകം മുന്നോട്ട് വെക്കുന്ന സന്ദേശം വളരെ കൃത്യമാണ്. കാരണം ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊക്കെ പിന്നെ മക്കളും പിന്നെ ഇതൊക്കെ ഉണ്ടാവുന്നത് എന്തെങ്കിലും ചിലതൊക്കെ ചില പിന്നെ ദുർഭാഗ്യകരമായ ചെറിയ ഒരു വീഴ്ചകൾ ഇടർച്ച വരുമ്പോഴേക്ക് തകർന്നു പോകുന്ന മനുഷ്യരതൊക്കെ അതോടുകൂടി എല്ലാം തീർന്നു എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഒരു ജീവിതം മുഴുവൻ നമ്മുടെ നിരന്തരമായിട്ട് പിന്നെ ആ മക്കളോടുള്ള പിന്നെ കരുതൽ, ആ കരുതൽ അങ്ങനെ വിട്ടുകൊടുക്കില്ല എന്ന ഒരു അസാധ്യമായിട്ടുള്ള ഒരു ദൃഢപ്രതിജ്ഞയോട് കൂടിയാണ് ഓരോ നീക്കങ്ങളും നടത്തുന്നതെന്ന് ആ പുസ്തകത്തിന്റെ ചാപ്റ്ററിലൂടെ പോകുമ്പോൾ നമുക്കത് പിന്നെ പരാമർശിക്കുന്നത് വളരെ ചുരുക്കിയ ഒരു വ്യക്തിയോ ഒരു കുട്ടിയോ മാത്രമായിരിക്കും. അതിനപ്പുറത്ത് വലിയൊരു തലത്തിലേക്കുള്ള കൃത്യമായിട്ടുള്ള ഒരു ധാരണയുണ്ട്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു പിന്നെ ഇത് നേരത്തെ ഇസ്മയിൽ സൂചിപ്പിച്ച പോലെ ഇങ്ങനെയുള്ള ഒരുപാട് രക്ഷിതാക്കൾക്കുള്ള ഏറ്റവും വിലപ്പെട്ട ഒരു ദിവ്യ ഔഷധം എന്ന് തന്നെ പറയാൻ പറ്റും. കാരണം അത് കൃത്യമായിട്ടുള്ള ഒരു ബദൽ മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെ. പക്ഷെ ഇവിടെയൊക്കെ നമ്മൾ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം, ഇത്തരം പിന്നെ ഒരു കുട്ടിയുള്ളപ്പം അവരുടെ എഡ്യൂക്കേഷൻ പോലും ഏതാണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു 3000 മുതൽ 4000 ദിർഹം വരെ ഒരു സ്ഥാപനത്തിന് ഫീസ് കൊടുക്കാതെ ഈ കുട്ടികളെ പഠിപ്പിച്ചെടുക്കാൻ പറ്റില്ല എന്നുള്ളത്. കാരണം അത്തരം സ്ഥാപനങ്ങൾ അങ്ങനെയാണ് ആ സ്ഥാപനങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. 2-3 കുട്ടികൾക്ക് വേണ്ടി ഒരു അധ്യാപകൻ ഒരു അധ്യാപിക എന്ന കണക്കിൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇത്തരം ഇതാണ്. ഇത്ര സാമ്പത്തികമായിട്ടുള്ള ഒരു സമ്മർദ്ദ ഒരു ഭാഗത്ത് ഇതൊക്കെ നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് ഈ ബദലുകളുണ്ട്, അത് വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കും. അവരെ പിന്നെ കേവലം സഹതാപമല്ല അവർക്ക് വേണ്ടത്, അവരെ ചേർത്ത് പിടിക്കലാണ് എന്നൊക്കെയുള്ള വലിയ സന്ദേശങ്ങൾ കൂടി ഈ പുസ്തകത്തിന്റെ താളുകളിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ പുസ്തകം വന്നത് ഒരു പക്ഷേ പിന്നെ ഇടറി വീഴാൻ പോകുന്ന മനുഷ്യർക്കുള്ള ഏറ്റവും വലിയൊരു കരുതലാണ്. അതുകൊണ്ട് വിപരീതങ്ങളുടെ വിസ്മയം വളരെ വലിയ വിസ്മയമായി തന്നെ ഇവിടെ തുടരും. അത് ഇംഗ്ലീഷിലേക്കും വന്നിരിക്കുന്നു. എൻ്റെ പിന്നെ എളിയ ഒരു അഭ്യർത്ഥന ഇതിനെ അറബിയിലേക്ക് കൂടി നമുക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ്. ഒരുപാട് കുട്ടികൾ ഈ അറിവ് ലോകത്ത് ഉണ്ട്, പല കാരണങ്ങളിൽ. അതുകൊണ്ട് അത്തരം കുട്ടികളിലേക്ക് കൂടി ആ അറിവ് രക്ഷിതാക്കൾക്ക് കൂടി ഇത് കിട്ടണം എന്നൊരു അഭ്യർത്ഥന മാത്രം മുന്നോട്ട് വെച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നന്ദി MC. തീർച്ചയായിട്ടും അത് കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. കാരണം മുമ്പത്തേക്കാൾ കൂടുതൽ ഇത്തരം കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു. കാരണം എനിക്ക് തന്നെ വളരെ വേണ്ടപ്പെട്ട ഒരു മോനുണ്ട്. ഒരു മാസം 3500 ദിർഹംസാണ് ആ കുട്ടിയുടെ ഇതിനു വേണ്ടി ചെലവഴിക്കുന്നത്. മാത്രമല്ല നമ്മുടെ കൂട്ടായ്മയിൽ ഏകദേശം 4 കുട്ടികളുണ്ട് എന്നുള്ളതാണ്. അടുത്തത് നമ്മളോട് സംസാരിക്കുന്നു ശ്രീ മൈനൻ. ഷബീദ പിയുടെ വിപരീതങ്ങളുടെ വിസ്മയം തീർച്ചയായിട്ടും അതൊരു വിസ്മയപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ്. വായിക്കാൻ വേണ്ടി വായിച്ചതല്ല, ആ പുസ്തകം ഞാനടക്കം വരുന്ന വായനക്കാരെ വായിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പുസ്തകമാണ്. കാരണം ഒരു അമ്മയും മകനും തമ്മിലുള്ള ഒരു തീക്ഷ്ണമായ ബന്ധത്തിന് ആ കുട്ടി അനുഭവിക്കുന്ന ദ പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ എന്ന് ഞങ്ങളൊക്കെ സ്കൂളിൽ വിളിക്കുന്ന കുട്ടികൾ, മാലാഖ കുട്ടികൾ എന്നാണ് ഞങ്ങൾ പറയുന്നത്. മാലാഖ കുട്ടികൾ, ദൈവത്തിൻ്റെ പ്രത്യേക കയ്യൊപ്പുള്ള കുട്ടികൾ. അവരെങ്ങനെ ഒരു മനുഷ്യനായ ജീവിതത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുവരണം, അത് ആ അമ്മ അനുഭവിക്കുന്ന തീക്ഷ്ണമായ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും അത് സന്തോഷത്തെ ഏറ്റെടുത്ത് നടത്തുന്ന അമ്മ ഹൃദയം തന്നെയാണ് ഇതിനകത്ത് കൃത്യമായിട്ടുള്ള പുസ്തകം. എഡിറ്റ് ചെയ്ത് മാറ്റാനുള്ള ഒരു വരി പോലും അതിനകത്ത് എനിക്ക് കാണാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഈ പുസ്തകം മറ്റുള്ള പുസ്തകങ്ങളിൽ നിന്ന് വിസ്മയപ്പെടുത്തുന്നത്.
തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് ഈ പുസ്തകങ്ങൾ എത്തട്ടെ, കൂടുതൽ വായനക്കാരിലേക്ക് എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നതാണ്. താങ്ക് യു സലീം. തീർച്ചയായും മാതൃത്വം ഒരു സമർപ്പണമാണ്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയാകുമ്പോൾ അത് അതിലേറെ ജീവിതം മൊത്തം സമർപ്പിച്ചാലും അവര് ഈ കുഞ്ഞുങ്ങളെ പോലെ തന്നെ അവർ വലിയ മാലാകമാരാണ് അമ്മമാരും. ശിവേട്ടൻ നമ്മൾ സംസാരിക്കണം. പ്രിയപ്പെട്ടവർ, പുന്നയൂർക്കുളത്തുകാരിയാണ് ഷമീദ. പുന്നയൂർക്കുളം എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മാധവിക്കുട്ടിയെ ഓർമ്മ വരും, നീർമാതള ഓർമ്മ വരും. അവർ വീടകങ്ങളെക്കുറിച്ചും അവിടുത്തെ ജീവിതത്തെക്കുറിച്ചും ലോകത്തെക്കുറിച്ചും മനുഷ്യരെക്കുറിച്ചും അവരുടെ മനോലോകങ്ങളെക്കുറിച്ചും ഒക്കെ എഴുതിയത് നമുക്ക് ഓർമ്മ വരും. ആ നിരയിൽ ഒരു പുസ്തകം എന്നൊന്നും പറഞ്ഞ് അഹങ്കരിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല. പക്ഷേ ഇത് ജീവിതം എഴുതിയ പുസ്തകമാണ്. ഇത് കണ്ണ് നിറഞ്ഞ് വായിച്ചു തുടങ്ങാൻ പറ്റൂ, കണ്ണ് തോർന്ന് വായിച്ചു തീർക്കാൻ പറ്റും. ഒരമ്മ തൻ്റെ കുഞ്ഞിന് ഇങ്ങനെ ചില പരിമിതികളുണ്ട് എന്ന് തിരിച്ചറിയുന്ന ഒരു